നബിക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കുറെ കാലത്തിനു ശേഷം പിതാവിനെ കണ്ടതുകൊണ്ട് നബിക്ക് വളരെ സന്തോഷമായി. ഒരു ദിവസം നബി സ്വപ്നത്തിൽ കണ്ടു മകൻ ഇസ്മായിൽ നബിയെ ബലിയർപ്പിക്കുന്നത്. അപ്പോൾ ഞെട്ടി എണീച്ചു. അപ്പോൾ ഇത് സ്വപ്നമായതുകൊണ്ട് നബി കാര്യമാക്കില്ല. പിറ്റേ ദിവസം ഇത് ആവർത്തിച്ചു. അപ്പോൾ നബിക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹു ഇബ്രാഹിം നബി ഒരു പരീക്ഷിച്ചു നോക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നബി കയറും കത്തിയുമായി മലയുടെ മുകളിൽ പോയി. ഇസ്മായിൽ നബി പറഞ്ഞു, കൈയും കാലും കെട്ടിടുക, അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ പണിയായിരിക്കും. അപ്പോൾ നബി കൈയും കാലും കെട്ടി കണ്ണുകൾ ഇബ്രാഹിം നബി കെട്ടിയിട്ടു. സ്വന്തം മകനെ ബലിയർപ്പിക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ ബലിയർപ്പിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അതെന്താണെന്ന് നോക്കിയപ്പോൾ അല്ലാഹു തആല ഇസ്മായിൽ നബിയെ പകരം ഒരു ആടിനെ ആകാശത്തിൽ നിന്ന് അയച്ചു കൊടുത്തു. അതൊരു വലിയൊരു ആഘോഷമാക്കി അവർ സന്തോഷിച്ചു. അള്ളാഹുവിന്റെ എല്ലാ പരീക്ഷണത്തിൽ നിന്നും അവർ വിജയിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം അല്ലാഹു തആല അവരോട് പറഞ്ഞു കഅബ നിർമ്മിക്കാൻ. അങ്ങനെ അവർ അള്ളാഹു പറഞ്ഞത് ചെയ്യാമെന്ന് ഇസ്മായിൽ നബി പറഞ്ഞു. അള്ളാഹു എന്താണോ പറയുന്നത് അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി കഅബ നിർമ്മിച്ചു. ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുപോയി കൊടുത്തു. ഇബ്രാഹിം നബി കഅബ നിർമ്മിച്ചു. കഅബ വലുതാവുന്നോറും നബിക്ക് എത്താണ്ടായി. അപ്പോൾ ഇസ്മായിൽ നബി ഒരു വലിയ പാറക്കല്ല് എടുത്തു തുഞ്ചുകളിൽ വെക്കാൻ വേണ്ടി ഇസ്മായിൽ നബിയോട് പറഞ്ഞു ഇബ്രാഹിം നബി കല്ലുകൾ എടുത്തുകൊണ്ടുവരാൻ. നബി വലിയ ക്ഷീണിതനായിരുന്നു. അപ്പോൾ നബി പോയപ്പോൾ ഒരു മലക്ക് വന്ന് സ്വർഗത്തിലെ കട്ട് ഇസ്മായിൽ നബി പോയപ്പോൾ മലക്ക് വന്ന് സ്വർഗത്തിലെ കല്ല് കൊണ്ടുപോയി കൊടുത്തു. ആ കല്ലുടെ പേരാണ് ഹജറുൽ അസ്വദ്. അത് ആളുകളെ പാപം കാരണം അത് കറുത്തുപോയി. അപ്പോൾ ഇസ്മായിൽ നബി വന്നപ്പോൾ ഈ കല്ല് കണ്ടു. അപ്പം ഇതാര് കൊണ്ടുപോയി തന്നെന്ന് ചോദിച്ചു. നബി പറഞ്ഞു ഇത് സ്വർഗത്തിലെ കല്ലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്ല് വെച്ചു. അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു ആളുകളോട് ഇതിനോട് തവാഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല നബിയോട് പറഞ്ഞു കഅബ തീർത്ഥാടനം ചെയ്യാൻ. ആളുകൾ വന്നു തീർത്ഥാടനം ചെയ്തു. 175 വർഷക്കാലം ഇബ്രാഹിം നബി ജീവിച്ചിരുന്നു. ആ വർഷം ഒക്കെയും നബി പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നു. 25ഓളം പ്രവാചകന്മാരുണ്ടായിട്ടും അള്ളാഹു മനുഷ്യത്വത്തിന് മാതൃകയായി 2 പ്രവാചകന്മാരെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 2 നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.